ഹലോ ഗൈസ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഞങ്ങളുടെ യാത്രകൾ ഒരിക്കലും ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളതല്ല, വളരെ അപ്രതീക്ഷിതമായിട്ട് വന്നു ചേരുന്നതാണ്. അതുപോലെ തന്നെ ഇത്തവണത്തെ ഹൈദരാബാദ് യാത്രയും അവിചാരിതമായി വന്നു ചേർന്നതാണ്. ഹൈദരാബാദിൽ ഞങ്ങൾ പോയ സ്ഥലങ്ങളെല്ലാം ഒറ്റ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാതെ പോയ സ്ഥലങ്ങൾ വളരെ ഷോർട്ടാക്കി ഓരോരോ വീഡിയോകളായിട്ട് അപ്ലോഡ് ചെയ്യാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതാവുമല്ലോ നിങ്ങൾക്ക് സൗകര്യം. എല്ലാവരും തിരക്കുള്ളവരല്ലേ, ലോങ് വീഡിയോ കാണാൻ ആർക്കും താല്പര്യം ഉണ്ടാവില്ലല്ലോ. അങ്ങനെ നമ്മൾ ഹൈദരാബാദിൽ പറഞ്ഞിറങ്ങി. നമ്മൾ സെലക്ട് ചെയ്ത ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ ഗോൽക്കൊണ്ട ഫോർട്ടാണ്. അങ്ങോട്ടേക്കാണ് ഇനിയുള്ള യാത്ര. ഇന്ത്യൻ ചരിത്രത്തിന്റെ വലിയൊരു ഭാഗമാണ് ഗോൽക്കൊണ്ട ഫോർട്ട്. കാകതീയ സാമ്രാജ്യത്തിന്റെ ശേഷിപ്പുകൾ ഇന്നും നമുക്കവിടെ കാണാൻ പറ്റും. രുദ്രമാദേവി മൂവി നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. കാകതീയ സാമ്രാജ്യത്തിന്റെ ഒരേ ഒരു രാജ്ഞിയായിരുന്നു രുദ്രമാദേവി. രുദ്രമാദേവിയുടെ ഭരണത്തിന് കീഴിലുള്ള ഫോർട്ടാണ് ഗോൽക്കൊണ്ട ഫോർട്ട്. മലമുകളിൽ ഒരു ഔട്ട് പോസ്റ്റ് മാത്രമാണ് ആദ്യകാലത്തുണ്ടായിരുന്നത്. പിന്നീട് അതാത് കാലഘട്ടങ്ങളിൽ മുകളിൽ നിന്ന് താഴേക്ക് കോട്ടയെ പണിതിറക്കുകയാണ് ചെയ്തത്. ഈ ഗോൽക്കൊണ്ട ഫോർട്ടിനൊരു പ്രത്യേകതയുണ്ട്. എല്ലാ കോട്ടകളും താഴെ നിന്ന് മുകളിലേക്ക് നിർമ്മിക്കുമെങ്കിൽ ഇതിന് മുകളിൽ നിന്ന് താഴേക്കാണ് ഇതിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. ചരിത്രപ്രസിദ്ധമായ കോഹിനൂർ രത്നം സൂക്ഷിച്ചിരുന്ന കോട്ടയാണ് ഗോൽക്കൊണ്ട കോട്ട. കാകതീയരിൽ നിന്ന് മുഗൾ രാജവംശം ഈ രത്നത്തെ സ്വന്തമാക്കി. ഗോൽക്കൊണ്ട ഫോർട്ടിനുള്ളിൽ ക്ലാപ്പിംഗ് പോയിന്റുകളുണ്ട്. 24 ഡയമണ്ട് കട്ട് ഷേപ്പിലുള്ള ഈ ക്ലാപ്പിംഗ് പോയിന്റുകൾക്ക് കീഴിലായിട്ട് നമ്മൾ ക്ലാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എക്കോ നമുക്ക് കേൾക്കാൻ കഴിയും. ഒരു ക്ലാപ്പ് അടിച്ചിട്ടുണ്ടെങ്കിൽ രാജാവ് വരുന്നു, 2 ക്ലാപ്പ് അടിച്ചിട്ടുണ്ടെങ്കിൽ ഗസ്റ്റ് വരുന്നു, 3 ക്ലാപ്പ് ആണെങ്കിൽ ശത്രുക്കൾ വരുന്നു. ഈ കോഡാണ് ഇവർ കൈമാറിയിരുന്നത്. ഈ ഒരു ക്ലാപ്പിംഗ് പോയിന്റിൻ്റെ സവിശേഷത എന്താണെന്ന് വെച്ചാൽ 7 അടി ചുറ്റളവിന് ഉള്ളിൽ നിൽക്കുന്ന ആൾക്ക് മാത്രമേ ഇതിൻ്റെ എക്കോ കേൾക്കാൻ സാധിക്കുന്നു. ആ റൗണ്ടിന് വെളിയിൽ നിൽക്കുന്ന ഒരാൾക്കും ഇതിൻ്റെ എക്കോ നമുക്ക് കേൾക്കാൻ സാധിക്കത്തില്ല. ആയുധങ്ങളും മനോഹരമായ ഉദ്യാനവും പള്ളിയും ജയിലറകളും ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും.
ഗോൽക്കൊണ്ട ഫോർട്ട് പോകുന്നുണ്ടെങ്കിൽ നിങ്ങളെ സഹായിക്കാനായിട്ട് അവിടെ ഒരുപാട് ഗൈഡുമാരുണ്ടാവും. എൻക്വയറിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അറേഞ്ച് ചെയ്ത് തരും. ഒരു വിലപേശലൊക്കെ ഉണ്ടാവും, 1000-800 അങ്ങനെയൊക്കെ ഉണ്ട്. എന്തായാലും ഒരു 600 രൂപയൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പറഞ്ഞു തരുന്ന ഗൈഡ് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഉണ്ടാവും. ഒരു മണിക്കൂറിനുള്ളിൽ മുകളിൽ കയറി ഇറങ്ങാമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. ഞങ്ങളൊരു ഗ്രൂപ്പായിട്ടാണ് പോയായിരുന്നത്. അപ്പോൾ നമ്മുടെ കാര്യം മാത്രം കൺസിഡർ ചെയ്താൽ പോരാല്ലോ, കൂടെ ഉള്ളവരെ കൂടി പരിഗണിക്കണമല്ലോ. കയ്യിൽ കുട്ടിയുണ്ടായിരുന്നു, പിന്നെ പ്രായമായവരുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഒരുപാട് ദൂരം മുകളിലോട്ട് പോകാനായിട്ടുള്ള സമയം ഉണ്ടായിരുന്നില്ല. സമയപരിമിതി കൊണ്ടും ശാരീരിക ബുദ്ധിമുട്ടുകളുള്ളവർ കൂടെ ഉള്ളതുകൊണ്ടും അങ്ങ് മുകളിൽ വരെ ഞങ്ങൾ പോയില്ല. പിന്നെ മുകളിൽ ചെന്നാലും നമുക്ക് അങ്ങോട്ട് എൻട്രി ഇല്ല, എന്ന് വെച്ചാൽ സെക്യൂരിറ്റി ഗാർഡ് പോലീസ് അവിടെ ഉണ്ട്, നമുക്ക് ഉള്ളിലോട്ട് പ്രവേശനമില്ല, ക്രോസ് ചെയ്തേക്കുവാണ്. അതുകൊണ്ട് അതിന് ജസ്റ്റ് താഴെ വരെ ചെന്ന് ഞങ്ങളെല്ലാം വ്യൂസ് എല്ലാം കണ്ടിട്ട് തിരിച്ചിറങ്ങിയാണ് ഉണ്ടായത്. ഗോൽക്കൊണ്ട ഫോർട്ടിലെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷേ ഹൈദരാബാദ് വിശേഷങ്ങൾ ഇവിടെ തുടങ്ങുകയാണ്. അതുകൊണ്ട് നെക്സ്റ്റ് വീഡിയോ ഹൈദരാബാദിലെ ഏതാണെന്ന് അറിയാൻ സ്റ്റേ ട്യൂൺ അവർ ചാനൽ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.